തെരഞ്ഞെടുപ്പ് പോരാട്ടം കനത്ത ചൂടിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുൻപേ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് പ്രധാന മുന്നണികൾ. ജില്ലയിൽ ഏറ്റവും മികച്ച ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തൃത്താലയിൽ മന്ത്രി എം പി രാജേഷും വി ടി ബൽറാമും തിരക്കിട്ട പ്രചാരണ പരിപാടികളിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ BJP ജില്ലാ നേതൃത്വം സജീവമാകുന്നില്ല. RS നേതൃത്വം ഇടപെട്ടുകൊണ്ട് മാത്രമാണ് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത്. മറ്റൊന്ന്, നെന്മാറയിൽ DCC അധ്യക്ഷൻ A തങ്കപ്പനെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധവും നടക്കുന്നുണ്ട്. CPIM ബന്ധം ഉപേക്ഷിച്ച ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാനൊരുങ്ങുന്ന PK ശശിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, പാലക്കാട് മുന്നണിയെ സംബന്ധിച്ച വിഭാഗീയത, വിമത നീക്കങ്ങളൊക്കെ ചൂടുപിടിച്ച ചർച്ചകളിൽ ഉള്ളതാണ്. നെന്മാറയിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്. തൃത്താല വലിയ ചർച്ചയിലുണ്ട്. എന്താണ് നീക്കങ്ങൾ മുന്നണികളുടെ? യോഷിനി, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ വിഭാഗീയതയ്ക്കൊന്നും പാലക്കാട് ഒരു മുന്നണിക്കകത്തും കുറവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് ശക്തമാക്കുകയാണ്. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളായി എത്തും എന്ന പ്രതീക്ഷയുള്ള ആളുകളും, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുക അത് രണ്ട് മണ്ഡലങ്ങളിലാണ്. 2021 കണ്ടതുപോലെ തന്നെ തൃത്താല, പാലക്കാട്. പാലക്കാട്ടേക്ക് വരുന്നതിന് മുമ്പ് തൃത്താലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനവുമായി എല്ലാം മുന്നേറുകയാണ്. LDF സ്ഥാനാർത്ഥി ഇത്തവണയും ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന മന്ത്രി എം പി രാജേഷ് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ MLA നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റുകളും അതുപോലെ തന്നെ ഫുട്ബോൾ ഫെസ്റ്റുകളും, പ്രത്യേകിച്ചും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രി കൂടിയായിട്ടുള്ള എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ അവിടെ പല രീതിയിലുള്ള കലാകായിക മേളകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും എത്തുന്നത് വി ടി ബൽറാമാണ്. വി ടി ബൽറാമും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തൃത്താല നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ കോൺഗ്രസിനകത്ത് വിഭാഗീയ രൂക്ഷമായിട്ടുള്ള മേഖലയാണ് എന്നെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവിടെ പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് വി ടി ബൽറാമും ഉള്ളത്. വാക്ക് വിത്ത് വി ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം വി ടി ബൽറാമിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജനങ്ങളുടെയും എല്ലാം ഒരു പങ്കാളിത്തത്തോടുകൂടി ആ പരിപാടികളും ക്യാമ്പയിനുകളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്കാണ് വി ടി ബൽറാം കിടക്കുന്നത്. പാലക്കാട് സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് മൂടുള്ളത് തൃത്താലയിലാണ്. ഇനി പാലക്കാട് മണ്ഡലത്തിലാണ് അടുത്തൊരു ഗ്ലാമർ പോരാട്ടം സാധാരണഗതിയിൽ നടക്കുക. ഇവിടെ BJPക്ക് ഇത്തവണയും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും മത്സരിക്കുക. പക്ഷേ ശോഭാ സുരേന്ദ്രനോട് പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സുമായി BJPയുടെ ജില്ലാ നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി എത്തുന്നത്. അവർ RSS കാര്യാലയത്തിലേക്ക് എത്തുന്നു. SDPI ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ള ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയത്തൊന്നും BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നില്ല. പിന്നീട് ഇന്നാണ് ശോഭാ സുരേന്ദ്രൻ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുന്നത്. ഈ സമയം ആകുമ്പോഴേക്കും പിന്നീട് RSS നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശോഭാ സുരേന്ദ്രനൊപ്പം എത്തുന്നത്. മേഴ്സി കോളേജ് പരിസരത്ത് വെച്ച് ഒരു ചുവരെഴുത്ത് പരിപാടി നടത്തുകയും പിന്നീട് തങ്ങളെല്ലാം ഒരുമിച്ചാണ് എന്നുള്ളത് BJP നേതാക്കൾ പ്രഖ്യാപിച്ചെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് BJP കടന്നിട്ടില്ല പാലക്കാട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പാലക്കാട് മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിനകത്തേക്ക് വരികയാണെങ്കിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കണം, സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം എത്തിയിരുന്നു. പക്ഷേ ഷാഫി വിഭാഗത്തിന് നോമിനിയാണ് രമേശ് പിഷാരടി എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിത്വത്തെ തള്ളിക്കൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് വരുന്നു. ഇവിടെ K മുരളീധരനെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ പക്ഷത്തിന്റെയും DCC നേതൃത്വത്തിന്റെ ആവശ്യം. ഇനി നെന്മാറ മണ്ഡലത്തിൽ ഇത്തവണ DCC അധ്യക്ഷൻ A തങ്കപ്പൻ മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇതാ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുമ്പ് തന്നെ DCC അധ്യക്ഷനെതിരെ നെന്മാറയിലെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. സേവ് കോൺഗ്രസ് എന്ന പേരിൽ DCC അധ്യക്ഷനെതിരെ വ്യാപകമായി നെന്മാറ മേഖലയിൽ പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് PK ശശിയുടെ ഭാഗത്തു നിന്നായിരുന്നു. CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി പിന്നീട് വിമത നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ രൂപീകരിക്കുന്നു. ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടുകൂടി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണ മനസ്സോടെ PK ശശിയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു നേതാവിനെ വേണമെന്നുള്ളതാണ് നിൽക്കാത്ത സാഹചര്യത്തിൽ PK ശശി ഒരു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം.